നമുക്ക് നേരത്തെ കാലത്തെ തന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിക്കും കേട്ടോ. ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നമ്മളെ പത്തിരിയും കറിയും ആക്കി അവിടെ വെക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ രാവിലെ സ്വബഹി ഒക്കെ നിസ്കരിച്ച് അതുപോലെ തന്നെ ഊത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ട് കുട്ടിക്ക് കൊടുക്കാനുള്ള എന്താണെന്നോ അതൊക്കെ ആക്കി അവിടെ വെക്കും കേട്ടോ. ക്ലീനിങ്ങിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം മിറ്റം അടിക്കും കേട്ടോ. മിറ്റം അടിച്ചൊന്ന് നീറ്റാക്കിയിട്ടേക്കും. എന്നിട്ട് ഞാൻ കൊലായ്മയിലുള്ള മക്കൾ ഊരി വെച്ച ചെരുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ചെരുപ്പൊക്കെ ഇങ്ങനെ മുറ്റത്തും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കൊലായ്മയിലേക്ക് കയറുന്നവരും തന്നെ കുറേ സാധനങ്ങളൊക്കെ നിരത്തിയിട്ട പോലെ നമുക്ക് തോന്നും. അപ്പോൾ ചെരുപ്പൊക്കെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു മാറ്റി വെക്കുക കേട്ടോ. കുറേ ചെരുപ്പൊന്നും ഇങ്ങനെ നിരത്തിയിടാതിരിക്കുക. എന്നിട്ട് ഞാൻ അധികം കൊലായി അടിച്ച് വാരിയല്ല കേട്ടോ. കാരണം അങ്ങനെ എനിക്ക് പൊടി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൊലായി ഞാൻ അധികം അടിച്ച് വാരില്ല. അപ്പം ഞാനൊന്ന് തുടച്ചെടുക്കും കേട്ടോ. കൊലായി ഒന്ന് നല്ലോണം തുടച്ചെടുക്കും. 2-3 പ്രാവശ്യം കൊലായി മാത്രം ഒന്ന് തുടച്ചെടുക്കും. ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി അതാണ് കേട്ടോ. പിന്നെ അകത്തൊക്കെ പിന്നെ കുട്ടികളിങ്ങനെ പെരുമാറുന്നതിനെ കൊണ്ട് തന്നെ അകത്തൊക്കെ നല്ലോണം കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോപ്പ് എന്ന് പറഞ്ഞാൽ തുണിൻ്റെ മോപ്പാണ്. നല്ല സുഖമാണ് കേട്ടോ അതിനെ കൊണ്ട് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നൂലിൻ്റെ മോപ്പിനേക്കാട്ട് സുഖമാണ് കേട്ടോ ഈ ഒരു മോപ്പ് കൊണ്ട് തുടച്ചെടുക്കാൻ. അപ്പോൾ ഇതിന് റേറ്റ് ലേശം കൂടുതലുണ്ട് കേട്ടോ. എന്നാലും നല്ല സുഖമാണ് തുടച്ചെടുക്കുക. ഇനിയിപ്പോൾ അകമൊക്കെ സ്കൂളിൽ പോയ കലാപരിപാടികളാണ് കാണുന്നത്. കടലാസും കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ചാടിയിട്ടിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവർ പോയാൽ നമുക്ക് അടിച്ച് വാരലും തുടയ്ക്കലും തന്നെ ആണല്ലോ ദിവസവും പണി. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ച് വാരിയെടുക്കട്ടെ. ഡെയിലി കഴുകുന്നത് കൊണ്ട് തന്നെ ഇതിൽ വലിയ കച്ചറയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഇതേപോലെ നല്ലോണം ഉരച്ച് ഇട്ടേക്കൂട്ടോ സോപ്പിട്ടിട്ട്. പിന്നെ അകത്തും വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഡെയിലി അടിച്ച് വാരലും തുടയ്ക്കലും തന്നെ ആണല്ലോ. അതിനെക്കൊണ്ട് ഇതിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മക്കൾ കടലാസും ഇതൊക്കെ മുറിച്ചിട്ട് അത് മാത്രമാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ എത്ര അടിച്ച് വാരിയാലും ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ രാവിലെ നല്ല നീറ്റാക്കിയിടുക. ഡൈനിങ് ഹാളൊക്കെ നമ്മൾ എപ്പോഴും നീറ്റാക്കി തന്നെ ഇട്ടേക്ക് കേട്ടോ. നിങ്ങൾ വിചാരിക്കും തലക്കാണിൻ്റെ കവർ എവിടെ പോയിന്ന്. പക്ഷേ തലക്കാണിൻ്റെ കവറൊക്കെ ഞാൻ തിരുമ്പാനെടുത്തിട്ട് കേട്ടോ. അപ്പോൾ സ്റ്റെയറൊന്നും അടിച്ച് വരുന്ന വീഡിയോ ഒന്നും എടുത്തിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ വെക്കൽ കേട്ടോ. ഈ ഒരു കബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ. പിന്നെ ഡൈനിങ് ഹാളിങ്ങനെ നിറഞ്ഞ് കിടക്കില്ല. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ സാധനം ഓരോ ഭാഗത്ത് ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മളെ റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിടുക കേട്ടോ. ഏത് ഭാഗത്തുള്ള ജനല തുറന്നിടേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള ജനലൊക്കെ ഒന്ന് തുറന്ന് കാറ്റ് കിടക്കുന്ന രീതിയിൽ ആക്കി വെക്കുക കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ മുട്ടിപ്പിരിക്കുക. എന്നിട്ടാണ് ഞാൻ അകവും കൊലായും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചെടുക്കൽ കേട്ടോ. ഒരു കബോർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഡൈനിങ് ഹാളിൽ വെച്ച് ഒരു നല്ല ഉപകാരമാണ് കേട്ടോ. ടേബിളിൻ്റെ മുകളിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ പോകും. ടേബിളിൻ്റെ മുകളിൽ നമ്മൾ പെട്ടെന്ന് കൂടി കൊണ്ടിടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ എടുത്ത് ഈ ഒരു ഷെൽഫിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഊരിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യൽ. മൊത്തം കഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കാല് പോലത്തെ സംഭവങ്ങളൊക്കെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് മൊത്തം ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് അങ്ങനത്തെ വാങ്ങുകയെന്ന് വെച്ചാൽ നല്ല ഉപകാരമാണ് കേട്ടോ ഓരോ കാര്യത്തിനും. അടിച്ച് വാരൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മേശത്തട്ടൊന്ന് ക്ലീനാക്കി എടുത്താൽ ഇന്ന് ദോശയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സോപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ലിക്വിഡിൻ്റെ കുപ്പീൻ്റെ അകത്ത് ഞാൻ കുറച്ച് സോപ്പിൻ്റെ വെള്ളവും അതുപോലെ തന്നെ ലേശം ലിക്വിഡ് ഒഴിക്കും. അതുപോലെ തന്നെ മണത്തിന് എന്തെങ്കിലും ഒഴിക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഇട്ടിച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. ഞാൻ എന്ത് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഈ ഒരു വെള്ളം ഇട്ടിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും.
ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പച്ച കാർപ്പറ്റ് പോലത്തെ അല്ലേ അത് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ച് കൊടുക്കുക. അങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ അടിഭാഗത്ത് എറുമ്പും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ, നമ്മളെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ പച്ചപ്പുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ വെച്ചാൽ നമുക്കതും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ മണി പ്ലാന്റും അതുപോലെ തന്നെ ലക്കി ബാമ്പുവാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ലക്കി ബാമ്പു ഞാനൊന്ന് വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കുറവാണ് ചെടി. ഞാൻ ഇനിയിപ്പോൾ കുറേശ്ശെ ആക്കി കൊണ്ടുവരണം കേട്ടോ ചെടികളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ അതുപോലത്തെ ബനിയൻ ക്ലോത്തിൻ്റെ തുണി എടുത്ത് വെക്കും കേട്ടോ. അപ്പം നല്ലോണം തുടച്ചാൽ ഇങ്ങ് പോരും കേട്ടോ. നമുക്ക് എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും തുടച്ചാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഒരുവിധം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ തുടയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആപ്പിളിൻ്റെ പെട്ടിയാണ് കേട്ടോ, എടുത്തുകൊണ്ട് വന്നിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതേപോലത്തെ സംഭവങ്ങൾ വാങ്ങാനുണ്ട് പുറത്ത്. പക്ഷേ എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇതും കാണാൻ ഏകദേശം. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതിൽ കുമ്പിടുത്തി വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി അതിൽ കുമ്പിടുത്തി വെച്ചിട്ട് ഉണങ്ങിയിട്ട് ഞാൻ സാധാ സ്ഥലത്തേക്കൊക്കെ മാറ്റി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി തുടയ്ക്കലും കൂടിയും കഴിഞ്ഞാൽ എൻ്റെ പണികൾ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് മാത്രം കടന്നാൽ മതി കേട്ടോ, ഉച്ചക്കേക്കുള്ള ഫുഡിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ.